Hi dear students, good morning. Welcome back to our new class. In the last class, we will discuss about Paleolithic period and its features. Now, let's going to discuss something more about Paleolithic period. Okay. There are several pieces of evidence for technological advancement of early humans. The making of tools and their improvement helped them to attain such progress. A few of them are given below. സോ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നില്ല, നമ്മളിവിടെ എന്താണ് കാണാൻ പോകുന്നത്? വാട്ട് ആർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ദാറ്റ് ഹാപ്പൻഡ് ഡ്യൂറിങ് ദ പാലിയോളിത്തിക് പീരീഡ് അല്ലേ? പാലിയോളിത്തിക് പീരീഡിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയായിരുന്നു അല്ലേ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു, അവരുടെ ഹണ്ടിങ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സ്, ടൂൾസ്, വെപ്പൺസ് ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? ദേ വർ വെരി പ്ലാൻഡ്, അതൊക്കെ നമ്മൾ കണ്ടു. ദേ വർ ഗ്രേറ്റ് ലവേഴ്സ് ഓഫ് ആർട്ട് ആൻഡ് ദേ വർ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ദേ വിൽ ബി യൂസ്ഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്, മിക്സസ് ഓഫ് കളേഴ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാലിയോളിത്തിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ കാണരുത്. പകരം അത്രയും പ്രിമിറ്റീവ് സ്റ്റേജിൽ അവർ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അതാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇന്നത്തെ ഒരു കൺസെപ്റ്റിൽ ഇതിനെ കാണരുത്. അത്രയും പ്രിമിറ്റീവ് സ്റ്റേജിൽ അവർ കൈവരിച്ചിട്ടുള്ള ചില നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. There are several pieces of evidence for the technological advancement of early humans അല്ലേ? പ്രാചീന ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ധാരാളം തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? മേക്കിംഗ് ഓഫ് ടൂൾസ് ആൻഡ് ദെയർ ഇംപ്രൂവ്മെൻറ്റ് ഹെൽപ്ഡ് ദം ടു അറ്റൈൻ സച്ച് എ പ്രോഗ്രസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ? മേക്കിംഗ് ഓഫ് ടൂൾസ്, ദിസ് ലീഡ്സ് ടു പ്രോഗ്രസ് അല്ലേ? മേക്കിംഗ് ഓഫ് ടൂൾസ്, അവർ എന്തുണ്ടാക്കാൻ പഠിച്ചു? മേക്കിംഗ് ഓഫ് ടൂൾസ്, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചു അല്ലേ? ഇത് ലീഡ്സ് ടു പ്രോഗ്രസ് അല്ലേ? അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചത് എന്തിലേക്ക് നയിച്ചു? പ്രോഗ്രസ്സിലേക്ക് നയിച്ചു അല്ലേ? ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത് മേക്കിംഗ് ഓഫ് ടൂൾസ് ലീഡ്സ് ടു പ്രോഗ്രസ്. ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് പുരോഗതികളുണ്ടായി അല്ലേ? ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചത് മൂലം എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടായത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലിസൺ കെയർഫുള്ളി. സ്റ്റോൺ സ്റ്റാച്യൂസ് വേർ മെയ്ഡ് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു ആയുധങ്ങൾ ഉണ്ടാക്കാൻ അവർ പഠിച്ചതുകൊണ്ട് പുരോഗതികൾ ഉണ്ടായെന്ന് പറഞ്ഞു. എന്തൊക്കെ പുരോഗതികളാണ് അവരുടെ ടൈമിൽ ഉണ്ടായത്, എന്തൊക്കെയാണ്? സ്റ്റോൺ സ്റ്റാച്യൂസ് വേർ മെയ്ഡ് അല്ലേ? സ്റ്റോൺ സ്റ്റാച്യൂസ്. അപ്പം നമുക്കറിയാം, സ്റ്റാച്യൂസ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? ഒരിക്കലും ഒരാളുടെ കൈകൾ കൊണ്ട് സ്റ്റോൺ സ്റ്റാച്യൂസ് ഒന്നും എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാച്യൂസ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഉണ്ടായിരുന്നിരിക്കണം? അവരുടെ കയ്യിൽ അതിന് വേണ്ട വെപ്പൺസ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ശില്പികളെ അല്ലേ? അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ നമുക്ക് കാണാൻ സാധിക്കും ചിസിലുകൾ കാണാൻ സാധിക്കും. പിന്നെ ഉളി എന്ന് പറയുന്ന സംഭവം അല്ലേ? ഉളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റം അല്ല, ഭയങ്കര ഷാർപ്പായിരിക്കും, പോയിന്റ് ബ്ലാങ്ക്, വളരെ അത്രയും ഷാർപ്പായിരിക്കും അല്ല? നമ്മൾ കൈ ജസ്റ്റ് തൊടുമ്പോഴേക്കും മുറിഞ്ഞു പോകും, അത്രയ്ക്കും ഷാർപ്പായിട്ടുള്ളൊരു വെപ്പണാണത്. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നിർമ്മിക്കാൻ സാധിക്കുള്ളൂ? സ്റ്റാച്യൂസ് നിർമ്മിക്കാൻ, സ്റ്റോൺ സ്റ്റാച്യൂസ് അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലേ കൊണ്ട് സ്റ്റാച്യൂസ് നിർമ്മിക്കാറുണ്ട്. അതിന് ഒരുപക്ഷെ നമുക്ക് ഇത്ര അധികം വേണ്ട ആവശ്യമില്ല, വെപ്പൺസിൻ്റെ ആവശ്യമില്ല. പക്ഷേ സ്റ്റോൺ സ്റ്റാച്യൂ നിർമ്മിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് എന്താവശ്യമാണ്? വെപ്പൺസ്, അതും ഷാർപ്പ് വെപ്പൺസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവർ ഷാർപ്പ് വെപ്പൺസ് നിർമ്മിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മൗൾഡഡ് ഫ്രം ക്ലേ. സോ അവർ ക്ലേ മോഡൽ അല്ലേ, ക്ലേ സ്റ്റാച്യൂസ് അവർ ചെയ്തിരുന്നു അല്ലേ? ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മൗൾഡഡ് വിത്ത് ക്ലേ അല്ലേ? ക്ലേ ഉപയോഗിച്ചിട്ട് അവരെന്ത് ഉപയോഗിച്ചിരുന്നു? ഹ്യൂമൻ ഫിഗേഴ്സ്, മനുഷ്യന്മാരുടെ രൂപങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു അല്ലേ? അപ്പോൾ അവർക്ക് വളരെയധികം ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ? കലാപരമായിട്ട് നല്ല ഐഡിയ ഉണ്ടല്ല. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലൊരു രൂപം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മൗൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? ആ ശരിയായ രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. വെസൽസ് വെർ വൂവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ അല്ലേ? സോ ഫൈബർ വെസൽസ്, ഫൈബർ
വെസൽസ് അവർ നിർമ്മിച്ചിരുന്നു. ഫൈബർ വെസൽസ് നിർമ്മിച്ചിരുന്നു. എന്താണ് ഫൈബർ വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ എന്ന നാരുകൊണ്ട് വെസൽസ് പാത്രങ്ങൾ നിർമ്മിക്കുക അല്ലേ. നാരുകൾ ഉപയോഗിച്ചില്ല, ചിലപ്പോൾ നാരുകൾ മെടഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് ദേവർ മെയ്ഡ് നീഡിൽസ് അല്ലേ. നീഡിൽസ് അവർ ഉണ്ടാക്കിയിരുന്നു അല്ലേ. എന്താണ് ആനിമൽ ബോൺസ് ഉപയോഗിച്ചിട്ട് നീഡിൽസ് ഉണ്ടാക്കിയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഡ്രസ്സുകൾ ക്ലോത്ത്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെയാണ് അവർ ഫൈബർ ഉപയോഗിച്ചിട്ട് വെസൽസ് ഉണ്ടാക്കുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫൈബർ ഉപയോഗിച്ചിട്ട് വെസൽസ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അവർക്ക് എന്താവശ്യമാണ്, നീഡിൽസ് ആവശ്യമാണ്. അപ്പോൾ നമുക്കതിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അവർ തീർച്ചയായിട്ടും വളരെ അല്ലെങ്കിൽ വെപ്പൺസ് നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെയധികം കൃത്യമായ പ്ലാനിങ് അല്ലെങ്കിൽ നല്ല കണ്ണിങ്ങുള്ള ആൾക്കാരായിരുന്നു അല്ലേ. ഫൈബർ ഉപയോഗിച്ചിട്ട് അവർ വെസൽസ് നിർമ്മിച്ചിരുന്നു. അപ്പോൾ പാത്രങ്ങൾ ഫൈബർ കൊണ്ട് എങ്ങനെ പാത്രങ്ങൾ ഉണ്ടാക്കുക, ഒരു പക്ഷേ നല്ല രീതിയിലൊക്കെ മെടഞ്ഞിട്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം അവർക്ക് അറിയാമായിരുന്നു. Pictures were drawn on the bones and horns of animals and on caves and rocks അല്ലേ. അതായത് കേവ്സിൽ കല്ലുകളുടെ മുകളിൽ അല്ലെങ്കിൽ ഗുഹകളിൽ പാറകളുടെ മുകളിൽ അല്ലെങ്കിൽ ഗുഹകളുടെ മുകളിലൊക്കെ എന്താണ് സംഭവിച്ചത്, അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു അല്ലേ. Pictures were drawn on the bones and horns of animals and on caves and rocks. അതായത് നമ്മളിപ്പോൾ മൃഗങ്ങളുടെയൊക്കെ കൊമ്പിൻ്റെ മുകളിലൊക്കെ അവർ ചിത്രം വരച്ചിരുന്നു. നമ്മൾ പച്ചൊക്കെ കുത്താറുണ്ടല്ലോ കൈയുടെ മുകളിലൊക്കെ. അതുപോലെ അവരുടെ ഒരു ഹോബി ആയിരുന്നിരിക്കാം ചിലപ്പോൾ മൃഗങ്ങളുടെ കൊമ്പിൻ്റെ മുകളിലൊക്കെ ചിത്രം വരച്ചു കൊടുക്കുക അല്ലേ. അത് ചിലപ്പോൾ അവരുടെ ഒരു ഹോബി ആയിരുന്നിരിക്കാം. അതുപോലെ തന്നെ റോക്സിൽ, കേവ്സിൽ, പാറകളിൽ, അതുപോലെ തന്നെ വലിയ ഗുഹകളിലൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു, പെയിൻറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇതേ പെയിൻറ്റ് animal horns, animals and caves, rocks അല്ലേ. ഇതിലെല്ലാം അവർ എന്തിരുന്നു, പെയിൻറ്റ് ചെയ്തിരുന്നു. Ornaments of ivory, bone, stones and shells were made. They made ornaments or they makes ornaments അല്ലേ. അവർ ആഭരണങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ദെൻ ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വേർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ് അല്ലേ. അവർ ഫ്ലൂട്ട് നിർമ്മിച്ചിരുന്നു അവരല്ലേ. ഫ്ലൂട്ട് അതായത് ദേ വെർ ഓൾസോ എൻജോയ്ഡ് എൻ്റർടൈൻമെൻറ്റ് അല്ലേ. അതായത് ഫ്ലൂട്ട് ഇപ്പോൾ നമുക്കറിയാം ഓടക്കുഴലൊക്കെ പോലെയുള്ള വായു ഉപയോഗിച്ചിട്ട് ശബ്ദം വരുന്ന തരത്തിലുള്ള ഫ്ലൂട്ട് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവർ നിർമ്മിച്ചിരുന്നു നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളല്ലോ എന്താണ് ദേ മേക്സ് ഓർണമെൻറ്റ്സ്, അവർ ഓർണമെൻറ്റ്സ് നിർമ്മിച്ചിരുന്നു. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ അവരുടെ ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ പാലിയോളിത്തിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്തൊക്കെയാണ്? ദേ വെർ മെയ്ഡ് സ്റ്റോൺ സ്റ്റാച്യൂസ്. അവർ സ്റ്റോൺ സ്റ്റാച്യൂസ് കല്ലുകൾ കൊണ്ടുള്ള പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? എന്താ, അവർ ഷാർപ്പൻഡ് വെപ്പൺസ് ഉപയോഗിച്ചിരുന്നു. ക്ലേ സ്റ്റാച്യൂസ് കളിമണ്ണ് കൊണ്ടുള്ള പ്രതിമകൾ അവർ നിർമ്മിച്ചിരുന്നു. അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റാച്യൂസ്, ഹ്യൂമൻ സ്റ്റാച്യൂസ് അവർ നിർമ്മിച്ചിരുന്നു. ഫൈബർ വെസൽസ്. ഫൈബർ വെസൽസ് എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബർ അല്ല കേട്ടോ, ഫൈബർ നാര് കൊണ്ടുള്ള, നമ്മൾ സാധാ ഫൈബറിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ അതല്ല, ഫൈബർ കൊണ്ട് നാര് കൊണ്ടുള്ള വെസൽസ് പാത്രങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ദേ പെയിൻറ്റ് ഓൺ ആനിമൽസ്, കേവ്സ് ആൻഡ് റോക്സ്. മൃഗങ്ങളുടെയൊക്കെ കൊമ്പിൻ്റെ മുകളിൽ, അതുപോലെ പാറകളിൽ, അതുപോലെ കേവ്സിൽ, ഇതിലൊക്കെ അവർ ചിത്രം വരച്ചിരുന്നു. ആൻഡ് ദേ മെയ്ഡ് ഓർണമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ഐവറി, സ്റ്റോൺ, റോക്സ് എക്സെട്ര അല്ല. അതായത് ഐവറി കൊമ്പുകൾ, ആനക്കൊമ്പ് പോലെയുള്ള കൊമ്പുകളുണ്ട്, അല്ലെങ്കിൽ ബോൺസ്, ഷെൽസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്തുണ്ടാക്കിയിരുന്നു? ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. അതായത് എല്ലുകൾ ഉപയോഗിച്ചിട്ട് ഫ്ലൂട്ട് പോലെയുള്ള ഉപകരണങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു അല്ലേ. അപ്പോൾ ദേ ഓൾസോ എൻജോയ്ഡ് എൻ്റർടൈൻമെൻറ്റ്സ് അല്ലേ. അവർക്ക് വിനോദ ഉപാധികളും കൂടെ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ അവർക്ക് റെക്രിയേഷണൽ ടൈമിനും കൂടെ അവർ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ഇതിനെ നമ്മൾ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാൻ പോവാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ 6 കാര്യങ്ങളാണ് കണ്ടത്. ഈ 6 കാര്യങ്ങളെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ദ
field in which the Paleolithic men attained progress are listed below. Find out examples for each of the units. നോക്കാം. സ്കൾപ്ചർ അല്ലെ, ശില്പവിദ്യ. ശില്പവിദ്യയിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ശില്പവിദ്യ, പാലിയോളിത്തിക് പീരീഡിലെ സ്കൾപ്ചർ, ശില്പവിദ്യ, ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? they made statues with clay and stone അല്ലേ? അവര് ക്ലേയും സ്റ്റോണും ഉപയോഗിച്ചിട്ട് അവര് സ്റ്റാച്യൂസ് നിർമ്മിച്ചിരുന്നു അല്ലെ. അപ്പൊ സ്കൾപ്ചറിന്റെ ഫീൽഡിൽ പാലിയോളിത്തിക് പീരിയഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള നേട്ടം എന്താണ്? they made statues with clay and stone. കളിമണ്ണ്, കല്ല്, ഇവ രണ്ടും ഉപയോഗിച്ചിട്ട് അവര് ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ സ്കെൽറ്റൻ അല്ലെങ്കിൽ ഹ്യൂമൻ സ്റ്റാച്യു കിട്ടിയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അവര് ക്ലേ അല്ലെങ്കിൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഹ്യൂമൻ സ്റ്റാച്യു നിർമ്മിച്ചിരുന്നു. ദെൻ പെയിന്റിങ്. പെയിന്റിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? ദേ പെയിന്റഡ് ഓൺ ഹ്യൂമൻ ബോൺസ് ആൻഡ് റോക്സ് ആൻഡ് കേവ്സ് അല്ലെ. മൃഗങ്ങളുടെ ഒക്കെ കൊമ്പിന്റെ മുകളിലൊക്കെ അവർ പെയിന്റ് ചെയ്തിരുന്നു അല്ലെ. നമ്മൾ കൈയുടെ അടിയിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടില്ലേ, ആ ഒരു ഫാഷൻ ആയിരിക്കാം ചിലപ്പോൾ അത്. ഇന്ന് നമ്മൾ കയ്യിലൊക്കെ മൈലാഞ്ചി ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതേ ആ ഒരു ഫാഷൻ പണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കാം അല്ലെ. നമുക്ക് അങ്ങനെ അങ്ങോട്ട് അനുമാനിക്കാം. അപ്പോൾ ദേ പെയിന്റഡ് ഓൺ animal horns അല്ലേ. animal horns, caves and rocks. ഓക്കെ, അവരെവിടെയൊക്കെയാണ് പെയിന്റ് ചെയ്തിരുന്നത്? ആനിമൽ ബോൺസിൽ, കേവ്സിൽ, റോക്സിൽ അല്ലേ. മൃഗങ്ങളുടെയൊക്കെ കൊമ്പിന്റെ മുകളിൽ, അതുപോലെ വലിയ പാറക്കല്ലുകളിൽ, ഗുഹകളിൽ, ഇവിടെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? പെയിന്റിങ്സ് നടത്തിയിരുന്നു. ദെൻ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലം അല്ലേ. കരകൗശലം അവർക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള എവിഡൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരുടെ കരകൗശലത്തിന്റെ എവിഡൻസ്? എന്തൊക്കെയാണ്? ദേ മേക്ക് ഫൈബർ വെസൽസ്. ദേ മേക്സ് ഫൈബർ വെസൽസ് അല്ലേ. അത് മാത്രമാണോ? പിന്നെ എന്താണ്? ഫൈബർ വെസൽസ് മാത്രമാണോ അവരുണ്ടാക്കിയത്? ഓർണമെന്റ്സ് അല്ലേ. ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നു. അവര് ഓർണമെന്റ്സ് നിർമ്മിച്ചിരുന്നു. എന്തിലാണ് അവർ ഓർണമെന്റ്സ് നിർമ്മിച്ചിരുന്നത്? ഐവറി, ബോൺ ഷെൽസ് ആൻഡ് സ്റ്റോൺസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഓർണമെന്റ്സ് നിർമ്മിച്ചിരുന്നത്. അത് മാത്രമാണോ? ദേ ഓൾസോ മെയ്ഡ് ഫ്ലൂട്ട് അല്ലേ. ഫ്ലൂട്ട് പോലെയുള്ള ഒരു സംഭവം അവർ നിർമ്മിച്ചിരുന്നു അല്ലേ. ഇതൊക്കെ എന്താണ്? അവരുടെ ഹാൻഡിക്രാഫ്റ്റിൽ അല്ലെങ്കിൽ കരകൗശല വിദ്യയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിതിനെ മൂന്നാക്കി തരംതിരിച്ചു കഴിഞ്ഞാൽ സ്കൾപ്ചർ, പെയിന്റിങ്, ഹാൻഡിക്രാഫ്റ്റ്സ്. സ്കൾപ്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ദേ മെയ്ഡ് സ്റ്റാച്യൂസ് വിത്ത് ക്ലേ ആൻഡ് സ്റ്റോൺ. അവർ സ്റ്റാച്യൂസ് നിർമ്മിച്ചിരുന്നു. എന്തുപയോഗിച്ചിട്ട്? ക്ലേ ആൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട്, കല്ല് അല്ലെങ്കിൽ കളിമണ്ണ് ഉപയോഗിച്ചിട്ട് അവർ സ്റ്റാച്യൂസ് നിർമ്മിച്ചു. അപ്പോൾ പാലിയോളിത്തിക് പീരിയഡിലെ സ്കൾപ്ചർ അല്ലെങ്കിൽ അവരുടെ ശില്പവിദ്യ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ദേ മെയ്ഡ് സ്റ്റാച്യൂസ് വിത്ത് ക്ലേ ആൻഡ് സ്റ്റോൺസ്. അവരുടെ പെയിന്റിങ്സ് എങ്ങനെയായിരുന്നു? ദേ പെയിന്റഡ് ഓൺ ആനിമൽ ഹോൺസ്, കേവ്സ് ആൻഡ് റോക്സ്. മൃഗങ്ങളുടെ കൊമ്പുകളിൽ അല്ലെങ്കിൽ കല്ലുകളിൽ, പാറകളിലൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു? പെയിന്റിങ്സ് ചെയ്തിരുന്നു. ഹാൻഡിക്രാഫ്റ്റ്സ്, അവരുടെ കരകൗശലം എങ്ങനെയുള്ളതായിരുന്നു? ദേ മേക്സ് ഫൈബർ വെസൽസ്, ഫൈബർ കൊണ്ടുള്ള പാത്രങ്ങൾ അല്ലെ, നാര് കൊണ്ടുള്ള പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓർണമെന്റ്സ് നിർമ്മിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഓർണമെന്റ്സ് നിർമ്മിച്ചത്? വിത്ത് ഐവറി, ഷെൽസ്, സ്റ്റോൺസ് എക്സെട്ര. ആൻഡ് ദേ ഓൾസോ മേക്ക് ഫ്ലൂട്ട് ലൈക്ക് ആൻ ഇൻസ്ട്രുമെന്റ് അല്ലേ. ഒരു ഫ്ലൂട്ട് പോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അവർ നിർമ്മിച്ചിരുന്നു. ലിസൺ ഹിയർ. ഇതാണ് അവരുടെ ഫ്ലൂട്ട് ലൈക്ക് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് അവരുടെ ആ ഫ്ലൂട്ട് ലൈക്ക് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാലിയോളിത്തിക് പീരിയഡിലെ അവരുടെ പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും കാലത്ത് തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? സ്കൾപ്ചർ ഉണ്ടായിരുന്നു, പെയിന്റിങ്സ് ഉണ്ടായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇതെല്ലാം ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ദെൻ
Bhimbetka in Madhya Pradesh is a remarkable Paleolithic site. Rock shelter was the salient features of the site. Beside Bhimbetka, there are several such sites in India that provide evidence for the Paleolithic human life. So, ഇപ്പം നമ്മൾ പൊതുവെ പാലിയോളിത്തിക് പീരീഡിൻ്റെ ഫീച്ചറാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇനി ഇത് ഇന്ത്യയിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പാലിയോളിത്തിക് പീരീഡിൽ ആളുകൾ ജീവിച്ചിരുന്നു. ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ തുടങ്ങിയത് ഇത് എവിടെയും ഉണ്ടായിരുന്നു. എവിടെയും ഈ ഒരു പാലിയോളിത്തിക് പീരീഡ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എവിടെ നിന്നാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ബിംബേത്ക ഇൻ മധ്യപ്രദേശ് ഇസ് എ റിമാർക്കബിൾ പാലിയോളിത്തിക് സൈറ്റ്. നമുക്ക് എന്താ പറയുക, എവിഡൻസ് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനം ഏതായിരുന്നു? ബിംബേത്ക ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ ബിംബേത്ക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. റോക്ക് ഷെൽട്ടർ വാസ് ദ സാലിയൻ ഫീച്ചർ ഓഫ് ദിസ് സൈറ്റ്. റോക്ക് ഷെൽട്ടർ അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകൾ അല്ലേ, ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബിസൈഡ്സ് ബിംബേത്ക ദർ ആർ സെവറൽ സച്ച് സൈറ്റ്സ് ഇൻ ഇന്ത്യ ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദ പാലിയോളിത്തിക് ഹ്യൂമൻ ലൈഫ്. നമുക്ക് ബിംബേത്കയിൽ മാത്രമല്ല വേറെയും കുറച്ച് സൈറ്റുകൾ കൂടെ നമുക്ക് കാണാനുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ലിസൺ ഹിയർ. ദിസ് ഈസ് ദ റോക്ക് ഷെൽട്ടർ ഇൻ ബിംബേത്ക. ബിംബേത്കയിലെ റോക്ക് ഷെൽട്ടറിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഈ കാണുന്നുണ്ടോ നിങ്ങൾ? കല്ലുകൊണ്ടുള്ളൊരു ശരിക്കുള്ളൊരു വീട് പോലെ തന്നെയാണ് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു പിക്ചറാണ് നമ്മളവിടെ കാണുന്നത്. ഇനി നമുക്കിവിടെ ഒരു മാപ്പാണ് കാണാൻ പോകുന്നത്. Just listen here. ഇമ്പോർട്ടൻറ്റ് പാലിയോളിത്തിക് സൈറ്റ്സ് ആണ് കാണുന്നത് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പാലിയോളിത്തിക് സൈറ്റ്സ് കേട്ടോ. പ്രധാനപ്പെട്ട പാലിയോളിത്തിക് സൈറ്റ്സ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞതാണ് ബിംബേത്ക അല്ലേ. ബിംബേത്ക എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ ഈ ഭാഗത്തായിട്ട് വരും ബിംബേത്ക. പ്രധാനപ്പെട്ട ഒരു പാലിയോളിത്തിക് സൈറ്റാണ്. ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പാലിയോളിത്തിക് സൈറ്റാണ് ബിംബേത്ക ഇൻ മധ്യപ്രദേശ്. ഇപ്പോൾ തന്നെ ബൈഹാർട്ട് ചെയ്യുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ ബിംബേത്ക ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് പാലിയോളിത്തിക് പീരിയഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാലിയോളിത്തിക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലിയോളിത്തിക് സൈറ്റാണ് ഇത് ബിംബേത്ക ഇൻ മധ്യപ്രദേശ്. അതും ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ നർമ്മദ വാലി അല്ലേ. നർമ്മദ വാലി എന്നാണ് പറയുന്നത് കേട്ടോ. നർമ്മദ വാലി അല്ലേ. അപ്പോൾ നമുക്കറിയാം നർമ്മദ റിവറൊക്കെ നിങ്ങൾക്കറിയാം. ആ റിവർ ഒഴുകുന്ന പ്രദേശം മുഴുവൻ. അപ്പോൾ നർമ്മദ വാലി. ദെൻ നാഗാർജുനക്കൊണ്ട. Then Hungsi or Hungsi എന്നൊക്കെ നമുക്ക് പറയാം. Then last one is Kunul site. Kunul caves. സോ ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാലിയോളിത്തിക് സൈറ്റ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ബിംബേത്ക ഇൻ മധ്യപ്രദേശ്. ബിംബേത്ക എവിടെയാണ്? മധ്യപ്രദേശ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നർമ്മദ വാലി. നർമ്മദ വാലി എന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം സ്റ്റേറ്റ്സിലായിട്ടായിരിക്കാം ഉണ്ടായിരിക്കുക? ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ്. സോ നർമ്മദ വാലി എന്ന് പറയുന്നത് എവിടേക്കാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ് അല്ലേ. ഈ 3 സ്റ്റേറ്റ്സിലും കൂടെയാണ് നമ്മൾ ഏത് കാണുന്നത്? നർമ്മദ വാലി കാണുന്നത്. സോ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ല. ഒക്കെ ഒരു എവിഡൻസ് ആണ്. അവരൊരു എന്താ പറയുക
ഓരോ നദിയുടെ തീരങ്ങളിലാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇൻഡസ് വാലി ഒക്കെ വരുന്നത്. അതിനൊക്കെ എത്രയോ മുൻപാണ് ഏത് വരുന്നത്, ഈ പാലിയോളിത്തിക് പീരീഡ് വരുന്നത്. പാലിയോളിത്തിക് കഴിഞ്ഞ് ഒരുപാട് ഏജ് കഴിഞ്ഞിട്ടാണ് ഇൻഡസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സമയത്ത് പോലും അവർ റിവർ വാലിയിൽ താമസം തുടങ്ങിയിരുന്നു അല്ലേ. നെക്സ്റ്റ് വൺ ഏതാണ്, നാഗാർജുനക്കൊണ്ട. നാഗാർജുനക്കൊണ്ട എവിടെയാണ്, ആന്ധ്രാപ്രദേശ് അല്ലേ. അതുപോലെ തന്നെ കൂനൂൽ കേവ്സ്. കൂനൂൽ കേവ്സ് എവിടെയാണ്, അതും ആന്ധ്രാപ്രദേശ്. അതും ആന്ധ്രാപ്രദേശിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഈ മാപ്പ് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കണം. നമുക്കതൊന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഫസ്റ്റ് വൺ ഈസ് ഭിംബേത്ക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാലിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് ഭിംബേത്ക ഇൻ മധ്യപ്രദേശ്. ഭിംബേത്ക ഇൻ മധ്യപ്രദേശ്. നാഗാർജുനക്കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്. അനദർ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് വാസ് നാഗാർജുനക്കൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്. കൂനൂൽ കേവ്സ് ഇൻ ആന്ധ്രാപ്രദേശ്. Then Hangsi, le Hangsi in Karnataka. Hangsi in Karnataka. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പാലിയോളിത്തിക് സൈറ്റ്സ്. ആൻഡ് നർമ്മദ വാലി ഇൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര ആൻഡ് മധ്യപ്രദേശ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, അവരുടെ സോഷ്യൽ ലൈഫ് നമ്മൾ പഠിച്ചു, എക്കണോമിക് ലൈഫ് പഠിച്ചു, ആൻഡ് ദയർ സ്കൾപ്ചർ പഠിച്ചു, ആർട്സ് പഠിച്ചു, ഹാൻഡിക്രാഫ്റ്റ്സ് പഠിച്ചു, എല്ലാം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി പാലിയോളിത്തിക് പീരീഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് വായിക്കണം. വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ളൊക്കെ ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞുതരാം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ കണ്ടെത്തണം. മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെ പുറകിലാണ്. സോ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. എല്ലാവരും ഹോംവർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യണം, മസ്റ്റായിട്ടും എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭിംബേത്ക ഇൻ മധ്യപ്രദേശ്, നാഗാർജുനക്കൊണ്ട ആന്ധ്രാപ്രദേശ്, കുനൂൽ കേവ്സ് ആന്ധ്രാപ്രദേശ്, നർമ്മദ വാലി ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഹംപി കർണാടക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഈ പാലിയോളിത്തിക് സൈറ്റ്സ് നിങ്ങളെല്ലാവരും ബൈഹാർട്ട് ചെയ്യണം. അത് എവിടെയാണെന്നും കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്ലി ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, ബൈ.